Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വഴുതനങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ്. വഴുതനങ്ങ ഫ്രൈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിഭവം തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വഴുതനങ്ങ ഫ്രൈ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതന ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വെള്ളത്തിലേക്ക് വേണം മുറിച്ചിടാനായിട്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. അതിലെ കറയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങയാണിത്. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിത് വളരെ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലകൾ ചേർത്ത സമയത്ത് വിട്ടുപോയിട്ടുള്ളതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മസാല ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഏകദേശം ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.